ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശരവണഭവാം. ദീപങ്ങൾ തെളിയട്ടെ, ജീവിതം ശോഭിക്കട്ടെ, കർമ്മങ്ങളൊക്കെ വിശേഷമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാണ് ദീപം. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാകുന്നു ദീപം. നമ്മുടെ ജീവിതം തെളിയാൻ നമ്മുടെ മനസ്സ് വളരുകയാണ് വേണ്ടത്. മനസ്സ് വളരുമ്പോൾ ജീവിതം തെളിയും. ജീവിതം തെളിയുമ്പോൾ കർമ്മങ്ങളൊക്കെ ശോഭിച്ചു തുടങ്ങും. അപ്പോൾ നമുക്കൊക്കെ ധാരാളം മനസ്സിനെ തെളിയിപ്പിക്കുവാൻ വേണ്ടതായിട്ടുള്ള വിളക്കുകളോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കട്ടെ. അതിനെയാണല്ലോ നമ്മൾ സത്സംഗം എന്ന് പറയുന്നത്. നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു സത്സംഗ സദസ്സ് ഇന്ന് അനുഗ്രഹീതമായി. ഈ വിശേഷമായ ശനിയാഴ്ച ദിവസം നമുക്കെല്ലാവർക്കും അതിമനോഹരമായിട്ടുള്ള ഒരു സത്സംഗം ലഭിച്ചിരിക്കുകയാണ്. സത്സംഗം തന്നെയാണ് സത്യത്തിൽ വിളക്ക്. എപ്പോഴാണോ നമുക്ക് സത്സംഗം ലഭിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഉണരുന്നതും ഉണർന്ന് ജീവിക്കുന്നതും. ഉണർന്ന് ജീവിക്കുന്നതും ജീവിച്ച് അതിജീവിക്കുന്നതും. നമുക്ക് അതിജീവിക്കേണ്ടതായിട്ടുള്ളത് പലതുമുണ്ട്. അങ്ങനെ നമ്മൾ വിജയിക്കുന്നതും. തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ പൂർവികന്മാരുടെ അനുഗ്രഹം പ്രത്യക്ഷമാണ് എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇതുപോലുള്ള സങ്കേതങ്ങളിലൊക്കെ എത്തിപ്പെടുവാനും ഇങ്ങനെയുള്ളതായ മഹത്തരമായിട്ടുള്ള സത്സംഗങ്ങളിലൊക്കെ സംഗമിക്കാൻ സാധിക്കുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് വിമോചനം ലഭിക്കും. നല്ലത് മാത്രമാണ് നമ്മളെ സംരക്ഷിക്കുക. നല്ലതിനെ ഉണർത്തുവാനും നല്ലതിനെ വളർത്തുവാനും നല്ലതിനെ വ്യാപിപ്പിക്കുവാനും നമുക്ക് അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെയാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ളതായ സത്സംഗങ്ങളൊക്കെ നമ്മളെ വളരെ വളരെ വിശേഷമായ തലങ്ങളിലേക്ക് നയിക്കും. നമുക്കിതാണ് ആവശ്യം. നമ്മൾ സമ്പാദിക്കണം, സ്വരൂപിക്കണം, നമ്മുടെ ജീവിതം സുഗമമാക്കണം. അതൊക്കെ ശരിയാണ്. നമ്മൾ എന്ത് സമ്പാദിച്ചാലും എന്തൊക്കെ നമ്മൾ സ്വരൂപിച്ചാലും ഏതൊക്കെ സുഖങ്ങളെ പ്രാപിച്ച് നമ്മൾ ജീവിച്ചാലും ഇതൊക്കെ ശാശ്വതമാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിനെ നമ്മൾ തൊട്ടുണർത്തിയേ മതിയാവും. ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചൈതന്യങ്ങളെ തൊട്ടുണർത്തുവാൻ വേണ്ടതായിട്ടുള്ള നല്ല മാർഗങ്ങളൊക്കെ
എവിടെ നിന്നൊക്കെയാണോ നമ്മൾക്ക് കാണിച്ചു തരുന്നത് അവിടെയൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. വളരെ വിശേഷമായിട്ടുള്ള സേവാർത്ഥി സംഗമമാണ് ഇന്നത്തെ ദിവസം നമ്മളൊക്കെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെയൊക്കെ സേവനം കൊണ്ട് തന്നെയാണ് ഇന്ന് ശ്രീകൃഷ്ണപുരം ശരവണഭൗമഠം ഇത്രയും മനോഹരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം വീണ്ടും നമ്മൾ വർദ്ധിപ്പിച്ചാൽ, അത് തുടർന്നാൽ ഇനിയും നമുക്കൊരുപാട് വളർച്ച നമ്മൾക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും. ഇന്നോളം ഇത് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളൊക്കെ തന്നെയാണ് കാരണം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഓലക്കുടിയിൽ നിന്ന് ആരംഭിച്ചതാണ്. അങ്ങനെ ആരംഭിച്ചു വന്നതായിട്ടുള്ള ശരവണഭൗമഠാലയം ഇന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരന്തരീക്ഷത്തിൽ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണബോധന്മാരായിട്ടുള്ളവർ നമ്മൾ ഓരോരുത്തരുമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ മനോഹരമായിട്ടുള്ള ഭാവത്തോടു കൂടി സംരക്ഷിച്ചു പോരുവാൻ നമ്മളെല്ലാവരും അഹോരാത്രം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. പ്രയത്നം അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. അഹോരാത്രം നമ്മളൊക്കെ പ്രയത്നിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒത്തൊരുമിച്ചാൽ ഇതൊക്കെ എന്നും നമ്മുടെയൊക്കെ വരുന്ന തലമുറകൾക്ക് അനുഭവിക്കാവുന്ന തരത്തിൽ വളർന്നു വന്നോളും എന്നത് വാസ്തവം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അനുഗ്രഹീതരാണ്. അതിവിശേഷമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ വരാൻ പോകുന്നു. നമുക്കറിയാം, വളരെ മനോഹരമായിട്ടുള്ള ചില ഉത്സവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നുണ്ട്. എല്ലാം പ്രാർത്ഥനാ യജ്ഞമായിട്ട് നമ്മൾ കാണുക. എല്ലാം പ്രാർത്ഥനാ യജ്ഞമായിട്ട്. ഇപ്പോൾ പുതിയ വർഷം പിറക്കാൻ പോകുന്നു. 2022 നമ്മൾ പ്രവേശിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസംബർ മാസം 31 ഒരു പ്രാർത്ഥനാ യജ്ഞം നടത്തുകയാണെങ്കിൽ വളരെ മനോഹരമാണ്. ജനുവരി മാസം 1 നമ്മളെല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ മാതൃപൂജ, അന്നേ ദിവസം തന്നെ വിശ്വമംഗളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ സംഘടിപ്പിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ ഇനി ക്ഷേത്രത്തിൻ്റെ വിശേഷമായിട്ടുള്ള കുംഭാഭിഷേകം വരുന്നുണ്ട്, വാർഷികോത്സവം വരുന്നുണ്ട്, തൈപ്പൂയ മഹോത്സവം വരുന്നുണ്ട്, ശിവരാത്രി വരുന്നുണ്ട്. ശരവണഭൗമഠം സത്യത്തിൽ ഉത്സവങ്ങളുടെ നിറവിൽ പ്രകാശിക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാ ഉത്സവങ്ങളും പ്രാർത്ഥനാ ഭാവത്തിൽ, പ്രാർത്ഥനയാണ് പ്രധാനം, യജ്ഞങ്ങളാണ് പ്രധാനം. സമയപ്പോഴും പറയാറുണ്ടല്ലോ, ആഘോഷങ്ങളൊക്കെ ആരാധനകളാവണമെന്ന്. ഇന്നിപ്പോൾ സത്യത്തിൽ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങളൊക്കെ ആരാധനകളായി മാറി. ആരാധനകൾക്കാണ് പ്രസക്തി. ആരാധനകൾ കൊണ്ട് മാത്രമേ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധർമ്മത്തിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഉത്സവങ്ങളും മനോഹരമായി നടത്തി ശരവണഭൗമഠാലയത്തിന് കൂടുതൽ കൂടുതൽ ശോഭയിലേക്ക് നയിക്കുക. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സ്വാമി എപ്പോഴും പറയാറുണ്ട്, സ്വാമി അകലത്തിലല്ല, സ്വാമി അടുത്തല്ല, സ്വാമി അകത്താണെന്ന്. എന്തിനു വേണ്ടി അതൊക്കെ പറഞ്ഞിരുന്നു? ഇപ്പം നമ്മളൊക്കെ അകത്താണ് സ്വാമിയെ കാണാൻ സാധിക്കുന്നത്. അതാണ് അതിൻ്റെ ശരി. അങ്ങനെ കാണുമ്പോഴേ എപ്പോഴും കാണാനുള്ള വേദി നമുക്കൊരുങ്ങുള്ളൂ, അല്ലേ? എപ്പോഴും നമുക്ക് കാണാനുള്ള വേദി ഒരുങ്ങണമെങ്കിൽ നമ്മൾ അങ്ങനെ കാണണം.
സ്വാമി അകലത്തിലാണെന്നും കരുതണ്ട, അടുത്താണെന്നും കരുതണ്ട, അകത്താണെന്ന് ഉറച്ച് വിശ്വസിക്കുക. ആ ഉറച്ച വിശ്വാസം നമ്മളെ എപ്പോഴും സ്വാമിയെ കാണാനുള്ളതായ തലങ്ങളിലേക്ക് ഉയർത്തും. കുറച്ചും കൂടി യജ്ഞങ്ങളൊക്കെ ഇവിടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ലണ്ടനിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനോഹരമായ ക്ഷേത്രമൊക്കെ നിർമ്മിച്ച് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ ശിരഡി സായിബാബയുടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാമിജി ഇപ്പോൾ സൂക്ഷ്മരൂപത്തിൽ നിങ്ങളുടെയൊക്കെ ഉള്ളതുപോലെ പ്രത്യക്ഷ രൂപത്തിലും സ്വാമിയെ കാണാനുള്ള അവസരം ഉണ്ടാവും. ഏകദേശം ഇവിടുത്തെ യജ്ഞങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണപുരത്തേക്ക് വന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ധാരാളം യജ്ഞങ്ങളൊക്കെ തുടർന്ന് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. അതിലാരും ഖേദിക്കാതിരിക്കുക. എന്താ സ്വാമി വരാത്തത് എന്ന് ചിന്തിക്കാതിരിക്കുക. പിന്നെ പലർക്കും പലതും പറയാനുണ്ടാവും, അതൊന്നും കേൾക്കണ്ട. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലൊരു തീരുമാനമുണ്ടല്ലോ, സ്വാമി വരും, ആ തീരുമാനത്തിൽ ഉറച്ചിരിക്കുക. തീർച്ചയായിട്ടും വന്ന് നമുക്ക് ധാരാളം യജ്ഞങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് നേരം ഒരു മൗനാഞ്ജലി സമർപ്പിക്കാം. നമ്മളുടെ കൂടെ സേവനമനുഷ്ഠിച്ചിരുന്ന നമ്മളുടെ മക്കൾ ഭഗവാനെ പ്രാപിച്ചതായിട്ടൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാനെ അഭയം പ്രാപിച്ചതായ, ഭഗവാന്റെ പാദത്തിൽ ലയിച്ചതായ എല്ലാ പുണ്യാത്മാക്കൾക്കും വേണ്ടി നമ്മൾക്ക് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് 2 കൈകളും ശിരസിൻ്റെ മുകളിൽ തൊഴുത് പിടിച്ച് ഒരു സെക്കൻഡ് ഒന്നത് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. 2 കരങ്ങൾ ശിരസിൻ്റെ മുകളിൽ തൊഴുത് പിടിക്കുക. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് എല്ലാ പുണ്യാത്മാക്കൾക്കും സമാധി പ്രാപിച്ചതായ, ഭഗവാനെ പ്രാപിച്ചതായ പുണ്യാത്മാക്കളെല്ലാം സായുജ്യത്തിൽ നമ്മളുടെയൊക്കെ കൂടെ അവതരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ ശാന്തായ ശുദ്ധായ നിർമ്മലായ പ്രസന്നായ ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. 2 കൈകളും ശിരസിൽ നിന്നെടുത്ത് ഹൃദയത്തോട് അണച്ച് വെച്ച് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കും. നമ്മളിപ്പോൾ വിശേഷമായ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വെളിച്ചം വന്നതുപോലെ നമുക്കിപ്പോൾ അനുഭവത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ ഒരു വെളിച്ചം കൂടുതൽ വെളിച്ചങ്ങളിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓം ശരവണഭവ. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. എല്ലാം മംഗളകരമായി ഭവിക്കട്ടെ. ഓം ശരവണഭവ.